ഗുഡ് ഈവനിങ് ഓൾ. അന്നേരം നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ്. ബോയിലർ എന്താണ്? ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനെ ചൂടാക്കി സ്റ്റീം ആക്കി മാറ്റുന്ന ഡിവൈസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം വെള്ളത്തിനെ എന്താക്കി മാറ്റുന്നു? സ്റ്റീം ആക്കി മാറ്റുന്നു. അന്നേരം അതൊരു ക്ലോസ്ഡ് വെസലാണ് ചെയ്യുന്നത്. ബോയിലർ ഈസ് എ ക്ലോസ്ഡ് വെസൽ ഇൻ വിച്ച് സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വാട്ടർ. ഓക്കെ, അന്നേരം നമ്മൾ വെള്ളത്തിന് സ്റ്റീമാക്കി മാറ്റുന്നു. അന്നേരം അതിൽ വെള്ളത്തിന് സ്റ്റീമാക്കി മാറ്റുമ്പോൾ നമുക്ക് രണ്ട് തരം ഹീറ്റാണ്, രണ്ട് തരം രീതിയിലുള്ള ഹീറ്റാണ്, ചൂടാണ് അതിൽ കൊടുക്കേണ്ടി വരിക. ഒന്ന് സെൻസിബിൾ ഹീറ്റും രണ്ട് ലേറ്റൻ ഹീറ്റും. അന്നേരം ഇവിടെ എഴുതിയേക്കുന്നത് SH, സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ ഹീറ്റ്. എന്താണ് സെൻസിബിൾ ഹീറ്റ് എന്നും ലേറ്റൻ ഹീറ്റ് എന്നും പറയാം. ഞാൻ ഫോർ എക്സാമ്പിൾ പറയണം, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ് വെള്ളം എന്ന് വെച്ചാൽ 30 ഡിഗ്രിയിലുള്ള വാട്ടർ, 30 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ. നമുക്ക് അതിനെ ചൂടാക്കി നമുക്ക് എത്ര ഡിഗ്രിയിലോട്ട് എത്തണം? 100 ഡിഗ്രിയിലോട്ട് എത്തണം. അതായത് 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് വേപ്പർ ആകാൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഓക്കെ, അന്നേരം നമ്മളിവിടെ ഇവിടെ ഹീറ്റ് കൊടുക്കണം, ഹീറ്റ് നമ്മൾ കൊടുക്കണം. ഇവിടെ 30 ഡിഗ്രിന്ന് 100 ഡിഗ്രി ആവാനായിട്ട് ഹീറ്റ് കൊടുക്കണം. അതിന് 100 ഡിഗ്രിയിൽ എന്ത് ചെയ്യണം? അവിടെ ഫേസ് ചേഞ്ച് നടക്കുവാണ്. ഫേസ് ചേഞ്ച് എന്താ? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തായിട്ട് മാറി? അവിടെ ഇവരെയാണ് ലിക്വിഡിൽ നിന്ന് അത് എന്തിലോട്ട് മാറിയത്? വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറിയത്. അന്നേരം ഇവിടെ നമ്മൾ 100 ഡിഗ്രിയിൽ തന്നെ, ഇപ്പം ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ 100 ഡിഗ്രിയിൽ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് 100 ഡിഗ്രിയിലുള്ള ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളവും അവിടെ കാണും, വേപ്പറും കാണും. ഓക്കെ, അന്നേരം ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ കൊടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻ ഹീറ്റ് എന്ന് പറയുന്നത്. ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ഇവിടെ ലേറ്റൻ ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ആണ്. നമുക്ക് ലേറ്റൻ ഹീറ്റ് രണ്ട് തരമാണ് ഉള്ളത്. ലേറ്റൻ ഹീറ്റ് ഓഫ് ഇവാപ്പറേഷനും ഉണ്ട്, ലേറ്റൻ ഹീറ്റ് ഓഫ് കണ്ടൻസേഷനും ഉണ്ട്. ലേറ്റൻ ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് വെച്ചാൽ വെള്ളം വേപ്പറായിട്ട് മാറുമ്പോൾ, വെള്ളം സ്റ്റീം ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ട ഹീറ്റാണ് ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതേസമയം ഐസിനെ നമ്മൾ വെള്ളമാക്കുന്നു, അവിടെ നമ്മൾ ചെയ്യേണ്ടത് ലേറ്റൻ ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ ആണ്. തിരിച്ച് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. അന്നേരം അവിടെ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. അന്നേരം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്ത്, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ 30 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ ഞാൻ 40 ഡിഗ്രി വരെ ആക്കി. എന്നിട്ട് ഞാൻ എത്ര 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്തു. അത് കഴിഞ്ഞ് കൂട്ടി 100. ഈ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ആണ്. ടെമ്പറേച്ചർ റൈസ് വരുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന് സെൻസിബിൾ ഹീറ്റ് എന്നും, ഫേസ് ചേഞ്ച് നടക്കുകയും ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ എന്നും പറയും ലേറ്റൻ ഹീറ്റ് എന്നും പറയും. അന്നേരം നമ്മൾ വെള്ളത്തിലോട്ട് സെൻസിബിൾ ഹീറ്റും ലേറ്റൻ ഹീറ്റും ആഡ് ചെയ്തിട്ടാണ് എന്താക്കി മാറ്റുന്നത്? വാട്ടറിനെ എന്താക്കി മാറ്റുന്നത്? സ്റ്റീം ആക്കി മാറ്റുന്നത്. അന്നേരം ഇതൊന്ന് ഓർത്തു വെക്കുക. വെള്ളത്തിലോട്ട് ലേറ്റൻ ഹീറ്റും സെൻസിബിൾ ഹീറ്റും കൊടുക്കും. സെൻസിബിൾ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം ടെമ്പറേച്ചറിന് 100 ഡിഗ്രി ആക്കി എടുക്കാനായിട്ട് കൊടുക്കുന്ന ഹീറ്റ് സെൻസിബിൾ ഹീറ്റ്. 100 ഡിഗ്രിയിലുള്ള ലിക്വിഡ് 100 ഡിഗ്രിയുള്ള വേപ്പറായിട്ട് മാറുന്നത് ലേറ്റൻ ഹീറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അത്രയും ബേസിക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളൂ. ഓക്കെ, ബ്രോഡ്ലി സ്പീക്കിംഗ് നമുക്ക് ബോയിലേഴ്സ് എന്ന് പറഞ്ഞ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പവർ പ്ലാന്റുകളിലാണ്. പവർ പ്ലാന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്റ്റീം ടർബൈൻ പവർ പ്ലാന്റ് ഉണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. ഇവിടെ എല്ലാം ബോയിലേഴ്സിന്റെ ആവശ്യമുണ്ട്. ഇനി ഹോട്ട് വാട്ടർ വേണ്ടുന്ന പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹോട്ട് വാട്ടർ വേണ്ടുന്ന പർപ്പസുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഹോട്ട് വാട്ടർ വേണ്ടുന്ന പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോയിലേഴ്സ് സ്മോൾ പർപ്പസ്, സ്മോൾ സൈസിലുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ വരാത്ത ടൈപ്പാണ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ വരുന്ന ബോയിലേഴ്സ് എല്ലാം പവർ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അന്നേരം നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റീം പവർ പ്ലാന്റിൽ ഈ ഒരു ഡിവൈസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബോയിലേഴ്സിനെ പറ്റിയിട്ട്, ഈ പവർ പ്ലാന്റ് എല്ലാം നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യം തന്നെ ബോയിലേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി ബോയിലേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കിടക്കാം. അന്നേരം മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴും PSCക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്, ക്ലാസിഫിക്കേഷനുള്ള ഒരു ഏരിയയാണ് ഫയർ ട്യൂബ് ബോയിലേഴ്സും വാട്ടർ ട്യൂബ് ബോയിലേഴ്സും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് അല്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒന്ന് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അന്നേരം എന്താണ് ഫയർ ട്യൂബ് ബോയിലറും എന്താണ് വാട്ടർ ട്യൂബ് ബോയിലറും? അന്നേരം
നമുക്ക് ഇത് ട്യൂബിലെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോയിലർ എടുക്കുവാണെങ്കിൽ ബോയിലേഴ്സിൽ കുറെ ട്യൂബുകളൊക്കെ ഉണ്ടാവും. നമ്മളെ ബോയിലർ നമുക്ക് വലിയൊരു ബോയിലർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ കുറെ ട്യൂബുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. ഈ ട്യൂബിന്റെ അകത്ത് എന്താണ് കണ്ടന്റ്, അതിനനുസരിച്ചാണ് എന്ത് വരുന്നത്, ഫയർ ട്യൂബും വാട്ടർ ട്യൂബ് ബോയിലറും വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ട്യൂബ് ഉണ്ട്, ഇതൊരു ട്യൂബ് ആണെന്ന് കരുതാം. ഓക്കെ, ഇതൊരു ട്യൂബ് ആണെന്ന് കരുതാം. ഈ ട്യൂബിന്റെ അകത്തൂടെ നമ്മൾ ഫർണസിൽ നിന്ന് വരുന്ന ഹോട്ട് ഫ്ലൂ ഗ്യാസ് ഫയർ പോവാണ്. ഹോട്ട് ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ, ഫയർ അല്ലേ? ഓക്കെ, അന്നേരം നമ്മൾ പൈപ്പിന്റെ അകത്തൂടെ ഹോട്ട് ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ചാൽ ഫർണസിലൊക്കെ ഇട്ട് കത്തിച്ച ചൂടായ തീയെയും അതിനൊക്കെയുള്ള ഹോട്ടായിട്ടുള്ള ഫ്ലൂ ഗ്യാസിനെ നമ്മൾ കടത്തി വിടുവാണ്. ഇതിന്റെ ചുറ്റും നമ്മൾ വെള്ളത്തിന് നിർത്തുവാണ്, ഈ പൈപ്പിന് ചുറ്റും വെള്ളത്തിന് നിർത്തുവാണ്. ഇതാണ് ഫയർ ട്യൂബ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഓർ ഹോട്ട് ഗ്യാസസ് പാസിംഗ് ത്രൂ ദ ട്യൂബ്. ട്യൂബിനകത്തൂടെ പോകുന്നത് ഹോട്ട് ഫ്ലൂ ഗ്യാസ് അല്ലെ ഫയർ ആണ്. ഇതിനെ സറൗണ്ട് ചെയ്ത് ആരുണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിൽ കൂടെ ഈ ഹോട്ട് ഫ്ലൂ ഗ്യാസ് പോകുമ്പോൾ ഈ പൈപ്പ് ചൂടാവും. ഈ പൈപ്പ് ചൂടാകുമ്പോൾ പൈപ്പിനെ ചുറ്റിപ്പറ്റി വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്. ആ വാട്ടർ ചൂടായിട്ട് എന്തായിട്ട് മാറും, സ്റ്റീമായിട്ട് മാറും. ഇതാണ് ഫയർ ട്യൂബ്. ട്യൂബിനകത്തൂടെ ഫയർ പോകുന്നു, അതിന് ചുറ്റും അതിന് ചുറ്റും വെള്ളം. ഓക്കെ, സെക്കൻഡ് കേസിലെ പൈപ്പ് ഉണ്ട്, നമുക്ക് പൈപ്പ് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിനകത്തൂടെ പോകുന്നത് വെള്ളമാണ്, വാട്ടർ ആണ്. ഓക്കെ, പൈപ്പിനകത്തൂടെ വെള്ളം പോകുന്നു, അതിന്റെ ചുറ്റും എന്തായിരിക്കും, ഹോട്ട് ഫ്ലൂ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, ഈ പൈപ്പിനാൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തായിരിക്കും, ഹോട്ട് ഫ്ലൂ ഗ്യാസ് ആയിരിക്കും. അന്നേരം എന്താ സംഭവിക്കുക, ഈ ഹോട്ട് ഫ്ലൂ ഗ്യാസിന്റെ ചൂട് പൈപ്പിലോട്ട് വരികയും ആ പൈപ്പിൽ നിന്നുള്ള ചൂട് പൈപ്പിനകത്തുള്ള വെള്ളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വെള്ളം എന്തായിട്ട് മാറുന്നത്, സ്റ്റീമായിട്ട് മാറുന്നത്. അന്നേരം ഇതൊന്ന് ശ്രദ്ധിക്കുക. ഫയർ ട്യൂബ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലറും കണ്ടന്റ് പൈപ്പിനകത്തൂടെ പോകുന്നത് ഹോട്ട് ഫ്ലൂ ഗ്യാസ് അല്ലെ ഫയർ ആണെങ്കിൽ ഫയർ ട്യൂബ്. അന്നേരം അതിന്റെ ചുറ്റും എന്തായിരിക്കും, വെള്ളമായിരിക്കും. ഇനി പൈപ്പിനകത്തൂടെ വെള്ളമാണ് പോകുന്നതെങ്കിലോ ചുറ്റും എന്തായിരിക്കും, ചുറ്റും ഫയർ ആയിരിക്കും, അല്ലെ ഹോട്ട് ഫ്ലൂ ഗ്യാസ് ആയിരിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അന്നേരം അത് ഇതിന് ഒരു ഡിഫറൻസ്, നമ്മൾ ഫയർ ട്യൂബും വാട്ടർ ട്യൂബ് ബോയിലേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു സ്ലൈഡോടെ ഉണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ PSC പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഇതിന് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനോടെ പറഞ്ഞാലേ അത് കത്തത്തുള്ളൂ. അതുകൊണ്ട് ആ സ്ലൈഡ് ഞാൻ ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനോടെ കഴിഞ്ഞിട്ടേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം മാത്രം ഇവിടെ പറയാം, എല്ലാ ഫയർ ട്യൂബ് ബോയിലേഴ്സും ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ബാർ പ്രഷറിൽ താഴെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോയിലേഴ്സ് എല്ലാം എന്തായിരിക്കും, ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആയിരിക്കും. അതേസമയം ഹൈ സ്റ്റീം പ്രഷർ 20 ബാറിൽ കൂടുതലും 20 തൊട്ട് 80 ബാർ വരെ 20 തൊട്ട് 80 ബാർ വരെ മീഡിയം പ്രഷർ ബോയിലേഴ്സ് എന്നാണ് പറയുന്നത്. 80 ബാർ പ്രഷറിന് മുകളിലോട്ടുള്ള സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ബോയിലേഴ്സ് എന്ന് പറയും. ഈ 20 മുതൽ 80 ബാർ പ്രഷർ വരെയുള്ള സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ മീഡിയം പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ ടർബൈൻസ് എന്നാണ് പറയുന്നത്. അന്നേരം ഒരു കാര്യം മനസ്സിലാക്കുക, ഫയർ ട്യൂബ് ബോയിലേഴ്സ് എല്ലാം ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ വലിയ 20 ബാർ പ്രഷറിൽ കൂടുതലുള്ള സ്റ്റീം ഒന്നും ഫയർ ട്യൂബ് ബോയിലേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വാട്ടർ ട്യൂബ് ബോയിലേഴ്സ്, എല്ലാ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എന്താണ്, ഹൈ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്തത്. 20 ബാറിൽ കൂടുതൽ വരുന്ന പ്രഷർ 20 ബാർ മുതൽ 80 ബാർ വരെയുള്ള സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന മീഡിയം പ്രഷർ ബോയിലേഴ്സ് എന്നും 80 ബാറിൽ കൂടുതലുള്ളതിനെ നമ്മൾ എന്തെന്നും പറയും, ഹൈ പ്രഷർ സ്റ്റീം ബോയിലേഴ്സ് എന്നും പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ഫർണസ് എവിടെയെന്നുള്ള, ഫർണസിലാണ് എന്ത് നടക്കുന്നത്, നമ്മളെ കമ്പഷൻ നടക്കുന്നത്. കമ്പഷൻ എന്ന് വെച്ചാൽ എയറും ഫ്യൂവലും ഒക്കെ കത്തുന്നത് എവിടെ, ഫർണസിലാണ്. ആ ഫർണസ് ബോയിലറിന്റെ അകത്താണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ഇന്റേണലി ഫയർഡ് ബോയിലേഴ്സ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം. അന്നേരം ഇതാണ് ബോയിലർ, ഇതൊരു ബോയിലർ ആണെന്ന് കരുതുക. ബോയിലറിന്റെ ഏറ്റവും താഴെയോ ഇവിടെ കാണും നമ്മൾ, ഇവിടാണ്
ഫർണസ് വെച്ചാക്കുന്നത്, ഇവിടെ ഇട്ട് കത്തിക്കുക. ബോയിലറിന്റെ അകത്ത് തന്നെയാണ് ഇത് കത്തിക്കുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇന്റേണലി ഫയർഡ് എന്ന് വെച്ചാൽ ഫർണസ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബോയിലേഴ്സ്. അന്നേരം എല്ലാ ഫയർ ടു ബോയിലേഴ്സും എന്തായിരിക്കും? ഇന്റേണലി ഫയർഡ് ആയിരിക്കും. അന്നേരം ഫയർ ടു ബോയിലേഴ്സിന്റെ എല്ലാത്തിന്റെ ഫർണസ് എവിടെ തന്നെ ആയിരിക്കും? ബോയിലറിന്റെ അകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, എല്ലാ ഫയർ ടു ബോയിലേഴ്സ് അറിയാം, പൈപ്പിൽ കൂടെ ഫയർ പോകുന്നു, ചുറ്റും വെള്ളം, അതിനാണ് ഫയർ ടു ബോയിലേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം ഇന്റേണലി ഫയർഡ് ആയിരിക്കും. അതേസമയം ഇതാണ് നമ്മുടെ ബോയിലറിന്റെ വെളിയിൽ നമ്മളൊരു ഫർണസ് ഇട്ട് കത്തിച്ചിട്ട് ആ ഹീറ്റ് നമ്മൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, പൈപ്പിലൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാം, ബോയിലറിനകത്തോട്ട്. ഇതിന് നമ്മൾ എന്തെന്ന് പറയും? എക്സ്റ്റേണലി ഫയർഡ് ബോയിലേഴ്സ് എന്ന് പറയും. ഇവിടെ ഫർണസ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ബോയിലർ യൂണിറ്റ്. എല്ലാ വാട്ടർ ടു ബോയിലേഴ്സും എന്തായിരിക്കും? എക്സ്റ്റേണലി ഫയർഡ് ആയിരിക്കും. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാ ഫയർ ടു ബോയിലേഴ്സും എന്തിനാ യൂസ് ചെയ്യുന്ന? ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം എന്തുമായിരിക്കും? ഇന്റേണലി ഫയർഡും ആയിരിക്കും. അതേസമയം എല്ലാ വാട്ടർ ടു ബോയിലേഴ്സും എന്താണ്? ഹൈ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം എന്തായിരിക്കും? എക്സ്റ്റേണലി ഫയർഡ് ആയിരിക്കും. എക്സ്റ്റേണലി ഫയർഡ് എന്ന് വെച്ചാൽ ബോയിലറിന്റെ പുറത്താണ് ആര് വരുന്നത്? ഫർണസ് വരുന്നത്. ഓക്കെ, കത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദ ആക്സിസ് ഓഫ് ദ ഷെൽ, ഇതിന്റെ ഓറിയന്റേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഈ ബോയിലറിന്റെ ലെങ്ത് വിഡ്ത്ത് വരുന്നതിനനുസരിച്ച് വെർട്ടിക്കൽ ബോയിലേഴ്സ്. അന്നേരം വെർട്ടിക്കൽ ബോയിലേഴ്സ് ആണ് ഏറ്റവും കുറച്ച് സ്പേസ് നമുക്ക് വേണ്ടി വരുന്നത്. അതിൽ ഇൻസ്പെക്ഷൻ ഒക്കെ ഈസി ആയിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്പെക്ഷൻ ഒക്കെ ഈസി ആയിരിക്കും. അതേ കണക്ക് തന്നെ ഫ്ലോർ സ്പേസ് കുറച്ച് മതി. ഇൻസ്പെക്ഷൻ ഈസി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി ആകുമ്പോഴത്തേക്ക് പല പല പൊസിഷൻസിലും നമുക്ക് എന്ത് ചെയ്യാം? സൈഡിലൊക്കെ ട്രെയിനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻസ്പെക്ഷനും പ്രോസസ്സും, അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോയി ബോയിലേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റുപാട് ഓരോ നിലകളായിട്ട്, ഒരു 4 or 5 നിലകളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോറിങ് ചെയ്യാറുണ്ട്. ഈ ബോയിലേഴ്സിന്റെ സൈഡിൽ ഫ്ലോറിങ് ചെയ്യാറുണ്ട്. ഓരോ നിലയിലായിരിക്കും ഓരോ കൺട്രോൾസ് വരുന്നത്. അന്നേരം ഈ ഓരോ നിലകളിലോട്ട്, ഓരോ ഫ്ലോറിലോട്ട് പോകാൻ ലിഫ്റ്റ്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം പോസിബിൾ ആവുന്നത് വെർട്ടിക്കൽ ബോയിലേഴ്സിലാണ്. പക്ഷേ ഹൊറിസോണ്ടൽ ബോയിലേഴ്സ് ആണെങ്കിൽ ഫ്ലോർ സ്പേസ് കൂടുതൽ വേണ്ടി വരും, ഡിഫിക്കൽട്ട് ആണ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ. ഇനി ആക്സസ് ഷെല്ല് ഇംഗ്ലാൻഡ് ആയിട്ടുള്ളതുകൊണ്ട് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലിന് ഹൊറിസോണ്ടലിന് ഇംഗ്ലാൻഡ് ആക്കാറുണ്ട്. ഓക്കെ, ഇതില് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. സെക്കൻഡ്, ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് യൂട്ടിലിറ്റി ബോയിലേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സ് ഉണ്ട്. യൂട്ടിലിറ്റി ബോയിലേഴ്സ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് കപ്പാസിറ്റി, വളരെ അധികം കപ്പാസിറ്റി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യണം. ലാർജ് കപ്പാസിറ്റി ഇത് വേണം. കൂടുതലായിട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? പവർ പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലാർജ് കപ്പാസിറ്റി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് യൂട്ടിലിറ്റി ബോയിലേഴ്സ് എന്ന് പറയും. അതേസമയം ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കിച്ചൺ, ഒരു സെൻട്രലൈസ്ഡ് കിച്ചൺ എടുക്കുക. അവിടെ നമ്മൾ റൈസ്, അരി വേവിക്കാൻ, അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കുറെ ആപ്ലിക്കേഷൻസ് നമ്മൾ ബോയിലേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ പല കാര്യത്തിനും നമുക്ക് സ്റ്റീം വേണ്ടി വരും. പല കാര്യങ്ങൾക്ക് സ്റ്റീം വേണ്ടി വരും. നമുക്ക് ഫുഡ് ഇൻഡസ്ട്രിയിൽ വേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സ് ആണ്. സെൻട്രലൈസ്ഡ് കിച്ചൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സ് ആണ്. അതേസമയം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നത് ഏതാണ്? പവർ ജനറേഷൻ യൂസ് ചെയ്യുന്നത് യൂട്ടിലിറ്റി ബോയിലേഴ്സ് ആണ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദ യൂട്ടിലിറ്റി, അതിന്റെ ആവശ്യകത വെച്ചിട്ട് സ്റ്റേഷനറി ബോയിലേഴ്സ് ഉണ്ട്, പോർട്ടബിൾ ബോയിലേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ബോയിലേഴ്സ് ഉണ്ട്. ഈ മൊബൈൽ ബോയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മറൈൻ ആൻഡ് ലോക്കോമോട്ടീവ് ആപ്ലിക്കേഷനിലും ലോക്കോമോട്ടീവ് ആപ്ലിക്കേഷൻ. പണ്ട് കാലങ്ങളിലാണ് ഈ ലോക്കോമോട്ടീവ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അന്നേരം അതിപ്പം ഇന്ത്യൻ റെയിൽവേയിലാകെ ഇപ്പം ഊട്ടിയിൽ മാത്രമേ ഉള്ളൂ അത്, ഈ കൽക്കരി കൊണ്ടുപോടുന്നത്. അത് അവരൊരു ഹിസ്റ്റോറിക്കൽ ഇതിന് വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്യുന്നതാണ്.
ഓക്കെ. അന്നേരം ഇപ്പൊ എവിടെയും ലോക്കോമോട്ടീവ്സിൽ യൂസ് ചെയ്യും, പക്ഷെ മറൈൻ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഏത് ബോയിലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ആണ്, ബേസ്ഡ് ഓൺ ദ സർക്കുലേഷൻ ഓഫ് സ്റ്റീം ആൻഡ് വാട്ടർ. വാട്ടറിന്റെ സ്റ്റീമിന്റെ സർക്കുലേഷൻ വെച്ചിട്ട്, വാട്ടറിന്റെയും സ്റ്റീമിന്റെ സർക്കുലേഷൻ വെച്ചിട്ട്, വാട്ടറിന്റെ സ്റ്റീമിന്റെ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബോയിലറിൽ വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യണം, വെള്ളം നമ്മൾ ഫീഡ് വാട്ടർ സപ്ലൈ ചെയ്യണം, എന്നിട്ട് നമുക്ക് തിരിച്ച് സ്റ്റീം കിട്ടുന്നുണ്ട്. ഇതിൽ ഈ ഫ്ലോ എങ്ങനെ നടക്കുന്നത് വെച്ചാൽ, വെള്ളം ഫ്ലോ ചെയ്ത് പല പല ട്യൂബിൽ കൂടെയൊക്കെ പോയി സ്റ്റീമായിട്ട് മാറുന്ന ആ ഫ്ലോ നടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, നാച്ചുറൽ ബോയിലേഴ്സും ഫോഴ്സ്ഡ് ബോയിലേഴ്സും. ഓക്കെ. ഈ നാച്ചുറൽ ബോയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രത്യേകിച്ച് പമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യത്തില്ല. നാച്ചുറൽ ബോയിലേഴ്സ് എന്ന് പറയുമ്പോൾ പമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യത്തില്ല. ഡെൻസിറ്റിയുടെ ഡിഫറൻസ് കൊണ്ട് നാച്ചുറലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കണം, ഓയിൽ ഒഴിച്ചു, ദെൻ വെള്ളം ഒഴിച്ചു. ഓക്കെ. ഓയിലിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഓയിൽ താഴെ തന്നെ നിൽക്കും, അത് മേലോട്ട് ഒരിക്കലും ഇൻവിസിബിൾ ആണ്. വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറച്ചുകൂടെ കുറവായതുകൊണ്ട് അത് മേളി വെച്ചാൽ ഡെൻസിറ്റി കൂടിയ, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം കൂടിയ ലിക്വിഡ് അല്ലെങ്കിൽ ഇതാണെങ്കിൽ അത് എപ്പോഴും ലോവർ പ്ലേസിലെ അത് അറ്റൈൻ ചെയ്യത്തുള്ളൂ. ഓക്കെ. ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സോ ഗ്യാസസോ ഒക്കെ ആണെങ്കിൽ അത് എപ്പോഴും ഏറ്റവും ലോവർ ലെവലിൽ അത് എന്ത് ചെയ്യത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. അതേസമയം ഡെൻസിറ്റി കുറഞ്ഞത് എന്ത് ചെയ്യും, മുകളിലോട്ട് ചെയ്യും. ഇതേ സമയം നമ്മൾ ഇതാണ്ട് ഇങ്ങനൊരു കണ്ടെയ്നർ എടുക്കുക, കണ്ടെയ്നർ എടുത്ത് നമ്മൾ വെള്ളത്തിന് ചൂടാക്കുക, എന്നിട്ട് കണ്ടെയ്നർ നമ്മൾ അടക്കി വെച്ചേക്കും. എപ്പോഴും സ്റ്റീം ഉണ്ടായി കഴിഞ്ഞാൽ അത് മേളിലേ വരത്തുള്ളൂ. കാര്യം എന്താ, സ്റ്റീമിന്റെ ഡെൻസിറ്റി കുറവാണ്. സ്റ്റീമിന് ഡെൻസിറ്റി കുറവാണ്ട് താഴെ വെള്ളവും മേളി എന്തായിരിക്കും, സ്റ്റീമും ആയിരിക്കും, അല്ലേ? ഇതേ കണക്ക് തന്നെ ഈ ഡെൻസിറ്റി ചേഞ്ച്, ഇവിടെ വെള്ളം ചൂടാകുമ്പോൾ സ്റ്റീമായിട്ട് മാറുന്ന ഇത് പതുക്കെ ഡെൻസിറ്റി കുറവാണ്ട് മേലോട്ട് പോയി നിൽക്കാൻ ശ്രമിക്കും. ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ മുകളിലും ഡെൻസിറ്റി കൂടിയ ഇത് എപ്പോഴും താഴെ നിൽക്കത്തുള്ളൂ. ഈ ഡെൻസിറ്റി ചേഞ്ച് കൊണ്ട് നാച്ചുറലി ഇത് മേലോട്ടും താഴോട്ടും ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ സർക്കുലേഷൻ. നാച്ചുറൽ കറണ്ട് മൂലം ഡെൻസിറ്റി ചേഞ്ച്, നാച്ചുറൽ കറണ്ട്. ഓക്കെ. അതേസമയം ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പോ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വാട്ടറിനെ സ്റ്റീമിനെ എക്സ്റ്റേണലി പവർ കൊടുത്തിട്ട്, കറണ്ട് ഒക്കെ കൊടുത്തിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ബോയിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്പർ ഓഫ് ട്യൂബ്സ് വെച്ചിട്ട് നമുക്ക് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിംഗിൾ ട്യൂബ് ബോയിലേഴ്സ്, മൾട്ടി ട്യൂബ് ബോയിലേഴ്സ്. സിംഗിൾ ട്യൂബ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ട്യൂബേ കാണത്തുള്ളൂ. ആ ഒറ്റ ട്യൂബിൽ കൂടെ ആയിരിക്കും ഫയർ ട്യൂബ് ആണെങ്കിൽ ഫയർ പോകുന്നത്, അല്ലെ വാട്ടർ പോകുന്നത്. മൾട്ടി ട്യൂബ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ, രണ്ടോ അതിൽ അധികമോ. എപ്പോഴും നോർമലി ഉള്ള എല്ലാ ബോയിലേഴ്സും മൾട്ടി ട്യൂബുലാർ ആണ്. സിംഗിൾ ട്യൂബുലാർ ഉള്ള ബോയിലേഴ്സ് വളരെ കുറവാണ്. ഓക്കെ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദ പ്രഷർ. ഈ പ്രഷറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോ പ്രഷർ, മീഡിയം പ്രഷർ ആൻഡ് ഹൈ പ്രഷർ. ഇത് ആദ്യം തന്നെ ഇത് നോക്കേണ്ടത് പ്രഷറിന്റെ റേഞ്ച് ആണ്. പ്രഷറിന്റെ റേഞ്ച് 20 ബാറിൽ താഴെയാണെങ്കിൽ അത് ലോ പ്രഷർ ബോയിലർ, 20 മുതൽ 80 ബാർ വരെ ആണെങ്കിൽ അത് എന്താണ്, മീഡിയം പ്രഷർ ബോയിലർ. ദെൻ ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ 80ക്ക് മുകളിലാകുമ്പോൾ അത് ഹൈ പ്രഷർ ആണ്. ഇതിൽ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് കുറെ ബോയിലേഴ്സ്, ഏതൊക്കെയാണെന്ന് നോക്കാം. ലോ പ്രഷർ ബോയിലറിന്റെ എക്സാമ്പിൾ വെച്ചാൽ സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ, കൊക്രാൻ ബോയിലർ, കോർണിഷ് ബോയിലർ, ലങ്കാഷിറെ ബോയിലർ, ലോക്കോമോട്ടീവ് ബോയിലർ, സ്കോച്ച് മറൈൻ ബോയിലർ. ഈ 6 ഏതിന് എക്സാമ്പിൾ, ലോ പ്രഷർ ബോയിലേഴ്സിന്. ഇനി മീഡിയം പ്രഷർ ബോയിലേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ, സ്റ്റിർലിംഗ് ബോയിലർ. ഓക്കെ. ഇനി ഹൈ പ്രഷർ ബോയിലേഴ്സിന് എക്സാമ്പിൾ ആണ് ലാമൗണ്ട്, ലോഫ്ലർ, ദെൻ ബെൻസൺ, വെല്ലോക്സ്. ഓക്കെ. അന്നേരം ഇതിൽ ശ്രദ്ധിക്കേണ്ട പേരുകളൊന്നും നോക്കി വെക്കുക, പേരുകളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ പേര് വെച്ചിട്ട് ചോദിച്ചതായിട്ട് അധികം കണ്ടിട്ടില്ല. എന്നാലും ഞാൻ എക്സാമ്പിൾ അങ്ങ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രീവിയസ് ഇയേഴ്സിലൊന്നും അങ്ങനെ പേര് വെച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് ബോയിലേഴ്സ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ എല്ലാ ബോയിലേഴ്സിന്റെയും പറ്റിയിട്ട്, ഇമ്പോർട്ടന്റ് ബോയിലേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഈ പേര് ഫെമിലിയർ ആവും. ഇതിന്റെ ഡയഗ്രം ഒക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ആ പേരും അതിന്റെ വർക്കിംഗ് ഒക്കെ ഫെമിലിയർ ആകുമ്പോൾ ഇതൊരു ഫെമിലിയർ ആയിട്ടുള്ള പേരായിട്ട് മാറും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാ ലോ പ്രഷർ ബോയിലേഴ്സും എന്താണ്, നാച്ചുറൽ സർക്കുലേഷൻ ആണോ ഫോഴ്സ് സർക്കുലേഷൻ ആണോ?
എല്ലാ ലോ പ്രഷർ ബോയിലേഴ്സും എന്താണ്? ഫയർ ട്യൂബ് ആണ്. ശ്രദ്ധിക്കണേ, എല്ലാ ലോ പ്രഷർ ബോയിലേഴ്സും എന്താണ്? ഫയർ ട്യൂബ് ആണ്. ഫയർ ട്യൂബ് ആണ്. എല്ലാ മീഡിയം പ്രഷറും ഹൈ പ്രഷറും എന്താണ്? വാട്ടർ ട്യൂബ് ബോയിലർ ആണ്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇതേ കണക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ്, എല്ലാ ലോ പ്രഷർ ബോയിലേഴ്സും മീഡിയം പ്രഷർ ബോയിലേഴ്സും എന്താണ്? നാച്ചുറൽ സർക്കുലേഷൻ ആണ് അതിൽ നടക്കുന്നത്. നാച്ചുറൽ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. അതേസമയം ഹൈ പ്രഷർ ബോയിലേഴ്സിലെല്ലാം എന്തായിരിക്കും? ഫോഴ്സ്ഡ് സർക്കുലേഷൻ. ഫോഴ്സ്ഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പമ്പ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ? ഡെൻസിറ്റി ചേഞ്ച് കാരണമാണ് സർക്കുലേഷൻ നടക്കുന്നത്, വാട്ടറിന്റെ ഇതിന്റെ സർക്കുലേഷൻ നടക്കുന്നത്. ഇതില് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ഫയർ ട്യൂബ് ബോയിലേഴ്സ് ലോ പ്രഷർ ആണോ, വാട്ടർ ട്യൂബ് ബോയിലർ മീഡിയം പ്രഷർ, ഹൈ പ്രഷർ ആണോ, ഇതിന്റെ പ്രഷർ റേഞ്ച് നോക്കുക. ഈ നാച്ചുറൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ലോ പ്രഷറും മീഡിയം പ്രഷറും നാച്ചുറൽ സർക്കുലേഷൻ ആണ്. അതേസമയം ഹൈ പ്രഷർ ബോയിലർ എന്താണ്? ഫോഴ്സ്ഡ് സർക്കുലേഷൻ ആണ്. ഓക്കെ,